ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ ലോട്ടസ് പ്രിൻ്റ് വരുന്ന അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ. അപ്പോൾ ഞാൻ പല പേജുകളിലും കണ്ടപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് ചെയ്യണം എന്നുള്ളത്. നമ്മൾ സാധാരണ ഫാബ്രിക് പെയിൻറ്റുകൾ ചെയ്യാറുണ്ട്, പക്ഷേ ലോട്ടസ് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ ഫ്രീ ഹാൻഡിൽ തന്നെയാണ് ഇത് ഡ്രോ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിൻട്രസ്റ്റിൽ കിട്ടും ഇതുപോലത്തെ ഫോട്ടോസ്. അതല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നിന്നെല്ലാം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ട്രേസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ടും വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് വരച്ച് റിങ്ങിൽ ഇട്ടിട്ടുണ്ട് നമ്മളുടെ ക്ലോത്ത്. ഇനി നമുക്ക് കളർ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഈ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് വൈറ്റ്. അപ്പോൾ ഞാൻ പ്രൊഫഷണലി പെയിൻറ്റിങ് പഠിച്ചിട്ടുള്ള ഒരാളല്ല. അപ്പോൾ പ്രൊഫഷണലായിട്ട് അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ തെറ്റൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ബേസിക്കായിട്ട് ഇപ്പോൾ എന്നെപ്പോലെ ആഗ്രഹം ഉണ്ട് എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും പല വീഡിയോസും കണ്ടിട്ടാണ് ഇത് ചെയ്യാനായിട്ട് പഠിച്ചത്. അതുപോലെ ബ്രഷ് ഞാൻ 4ഉം 2 ആണ് എടുത്തിട്ടുള്ള സൈസസ്. ഇതുപോലെ ചെറിയ സൈസസ് എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മളുടെ ലോട്ടസിൻ്റെ ലീഫുകൾക്ക് വൈറ്റ് കോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ലോട്ടസിനും നമ്മൾ ചെയ്തെടുക്കാം. ഇത് ഫസ്റ്റ് കോട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് വൈറ്റിൻ്റെ തന്നെ ഒരു കോട്ടും കൂടി ചെയ്തതിന് ശേഷമാണ് നമ്മൾ കളേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മളുടെ ലോട്ടസുകൾക്കും അതുപോലെ മൊട്ടുകൾക്കും കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് ഫസ്റ്റ് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരണം, എന്നിട്ടാണ് നമ്മൾ സെക്കൻഡ് കോട്ട് കൊടുക്കുക. സെക്കൻഡ് കോട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് ഡ്രൈ ആക്കില്ല. അതിന് മുമ്പ് തന്നെ നമ്മളുടെ കളർ കൊടുത്തിട്ട് അതിലൊന്ന് നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുക നമ്മളുടെ ലോട്ടസിൻ്റെ കളറ്. അപ്പോൾ ഇനി ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കാം. അതുപോലെ ഇനി അടുത്തത് നമ്മൾക്ക് ലീഫുകളും തണ്ടുകൾക്കുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഗ്രീൻ കളർ തന്നെ കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാനിവിടെ യെല്ലോ കളർ കൊടുത്തിട്ട് ബേസായിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ മേലെ നമ്മുടെ ഗ്രീൻ ഷെയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ യെല്ലോ കളർ ഞാൻ ക്രോം യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തണ്ടുകളും അതുപോലെ ലീഫും നമുക്ക് ഒന്ന് കൊടുത്ത് ഫില്ല് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളുടെ ഫ്ലവേഴ്സും മൊട്ടുകളും അതുപോലെ ലീഫും തണ്ടും എല്ലാം തന്നെ നമ്മൾ ഫസ്റ്റ് കോട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഡ്രൈ ആവട്ടെ. അതിനുശേഷം ഇതേ കളേഴ്സ് തന്നെ നമുക്കൊരു സെക്കൻഡ് കോട്ട് കൂടി കൊടുക്കാം, വൈറ്റും അതുപോലെ യെല്ലോയും. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ലീഫിന് വേണ്ടിയിട്ട് നമ്മളുടെ ഡാർക്ക് ഗ്രീനും യൂസ് ചെയ്യുന്നുണ്ട്, ഒലീവ് ഗ്രീനും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ലൈറ്റ് ഗ്രീൻ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഓരോ കളറും മിക്സ് ചെയ്ത് നോക്കി ട്രൈ ചെയ്തിട്ടാണ് കളർ കൊടുക്കുന്നത്. അതുപോലെ നമ്മളുടെ ഫ്ലവറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമുക്ക് റെഡ് കളറ് മതി. റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലൈറ്റ് പിങ്കിഷ് ഷെയ്ഡ് നമുക്ക് കിട്ടും. അപ്പോൾ അതും ഫില്ല് ചെയ്യാനായിട്ട് മതി. പക്ഷേ ഞാനിവിടെ ഒരു മജന്ത കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡ് കളർ തന്നെയാണ്. ഇത് സെക്കൻഡ് കോട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ. അത് ഡ്രൈ ആവാൻ വിട്ടില്ല ഞാൻ. അതിന് മുമ്പ് തന്നെ നമ്മളുടെ റെഡ് ഷെയ്ഡ് എടുത്തിട്ട് ഇതുപോലെ ഔട്ട്ലൈൻ നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ അത് ഉടനെ ഇത് ഡ്രൈ ആയി പോവില്ല. അപ്പോൾ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു ഡ്രോപ്പ് ഓഫ് വാട്ടറിൽ നമ്മളുടെ ബ്രഷ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മളിത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ നല്ല രസത്തിലാണ് നമുക്ക് അതിൻ്റെ ഷെയ്ഡുകൾ കിട്ടും. കണ്ടോ, ഞാനിപ്പോൾ ഈ റെഡും അതുപോലെ തന്നെ വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കൊരു ലൈറ്റ് ഒരു പിങ്കിഷ് ഷെയ്ഡ് കിട്ടിയില്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ലോട്ടസിൻ്റെ എതളുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഈ പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കുറേ കളേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിനൊക്കെ ഇതൊരു സത്യം പറഞ്ഞ ഒരു സന്തോഷം തരുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഇതായിരിക്കില്ല ചിലപ്പോൾ പ്രൊഫഷണൽ രീതി. പക്ഷേ നമ്മുടെ ബിഗിനേഴ്സിന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എങ്ങനെ ചെയ്യാമെന്ന് അറിയില്ല എന്നുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ ആ ഒരു കളർ കണ്ടില്ലേ, ലൈറ്റ് കളറ് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ വൈറ്റ് കളറും കൂടി എടുത്ത് പ്ലെയിൻ വൈറ്റ് എടുത്തിട്ട് ഒന്നും കൂടി ഇതിൻ്റെ മേലെ നമുക്ക് ഷെയ്ഡ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ അപ്പർ പോർഷനിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കൊടുത്ത് താഴോട്ട് വരുംതോറും ലൈറ്റ് ഷെയ്ഡിലേക്ക് ആവുന്നത് പോലെയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഫ്ലവേഴ്സും ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ടച്ച് ആ ഒരു കളറൊന്ന് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ വൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട്
താഴത്തെ പോർഷനിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ നമ്മളത് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ അത് ബ്ലെൻഡായിട്ട് പൊക്കോളും. അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അതൊരു ഷെയ്ഡ് പോലെ നിൽക്കും. പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതിലൂടെ ഇങ്ങനെ ബ്ലെൻഡായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സും അതുപോലെ നമ്മളുടെ ബഡ്സും നമുക്കൊന്ന് കളർ ചെയ്തിട്ട് വരാം. അപ്പോൾ കണ്ടില്ലേ, ഞാനിത് ഇതുപോലെ എല്ലാ ബഡ്സും ഫ്ലവേഴ്സും കളർ ചെയ്തെടുത്തു. അതുപോലെ സെൻറ്ററിൽ ഒരു യെല്ലോ ടച്ച് കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ലീഫിനുള്ളത് കൊടുക്കാം. അപ്പോൾ ലീഫിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ പറഞ്ഞ ഒലിവ് ഗ്രീൻ കളറും അതുപോലെ ലൈറ്റ് ഗ്രീനും കൂടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ കുറച്ച് യെല്ലോ ഷെയ്ഡും കൂടി കൊടുത്തിട്ടാണ് നമ്മളുടെ ലീഫിന് കളർ ചെയ്തെടുത്തത്. ആ ഒരു സെൻറ്ററിൽ കുറച്ചൊരു യെല്ലോ ഷെയ്ഡും കൂടി മിക്സ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് എന്തായാലും നിങ്ങളുടെ കമൻസിൽ പറയണം. അതുപോലെ ലീഫിൻ്റെ നമ്മൾ എപ്പോഴും കളർ ചെയ്തതിന് ശേഷം നമ്മളുടെ ബ്ലാക്ക് കളർ കൊണ്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ പിക്ക് നന്നായിട്ട് കാണാൻ പറ്റുക. അപ്പോൾ അത് ഞാൻ ലീഫിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സിന് കൂടി ചെയ്യാം. പക്ഷേ ഞാൻ ഇതിൽ ഗോൾഡൻ കളർ കൊണ്ടാണ് ഫ്ലവേഴ്സ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നെ പോലെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെയെന്ന് അറിയില്ല എന്നുള്ളവർക്ക് കുറച്ചെങ്കിലും ഈ വീഡിയോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു ഓണം വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.